ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിക് ആസ. ഇന്ന് ഒരു ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരു ടഫ് ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ടഫ് ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതും പിന്നെ എൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സും ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഫ്ലവറിങ് പ്ലാന്റ്സ് കാണിക്കണമെന്ന്. അപ്പോൾ അതും കൂടി കാണിക്കുന്നുണ്ട്. വീഡിയോ കാണാം നമുക്ക്. ആദ്യമായിട്ട് ടഫ് ഗാർഡന് വേണ്ടിയിട്ട് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ ഈ കാക്ടസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള പ്ലാന്റ്സ് ഒക്കെ പറിച്ചെടുക്കാം. ഇത് ഞാനിങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നതാണ്. കുറച്ച് കൂടുതൽ ഉണ്ടാവുമ്പം ആ ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള യൂസിനെല്ലാം നമുക്ക് ഉപയോഗിക്കാം. വേര് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പിന്നെ പിടിക്കുമെന്നുള്ള ടെൻഷനൊന്നുമില്ല. വേര് ഇളകാതെ പറിച്ചെടുക്കാം. ഒരുപാട് കാക്ടസ് വെറൈറ്റീസ് ഒന്നുമില്ല, എന്നാലും ഒരു 5-8 ടൈപ്പ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇത് കുറച്ചധികം വേണം. അപ്പോൾ പിന്നെ ഞാൻ വേരുള്ളത് കുറേ ഇല്ല, ഒന്നേ ഉള്ളൂ എൻ്റെ അടുത്ത്. പെട്ടെന്ന് പിടിക്കും. വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് ഈ കാക്ടസ്. പിന്നെ വേണ്ടത് ഇതൊക്കെയാണ്. കുറച്ച് പെബിൾസും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പെബിൾസ്, വെള്ളം, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചെടികൾ. അപ്പം ഇത് ഞാൻ മണലും ചകിരിച്ചോറും കൊക്കോപീറ്റും കമ്പോസ്റ്റും ആണ്. ഇത് മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ അതിനുള്ള ഒരു മിക്സ് തയ്യാറാക്കുന്നത്, പോട്ടിംഗ് മിക്സ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്യാം. ഈ മണലും മണ്ണും ചെമ്മണ്ണും കൂടി കൂട്ടി നമുക്ക് എടുക്കാം. ഞാനിവിടെ മണൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എല്ലാം ഒരേ പോർഷനിലാണ് എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടി കൂട്ടി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പ്ലാന്റ് വെക്കുമ്പോഴും ആ ഹോളിൻ്റെ അവിടെ കല്ലോ ചട്ടീൻ്റെ പൊട്ടോ എന്തെങ്കിലും വെക്കണം. എന്നാലേ ആ ഹോൾ അടയാതെ വെള്ളം താഴേക്ക് ഒലിച്ചു പോവുള്ളൂ. അല്ലെങ്കിൽ ഈ മണ്ണും എല്ലാം കൂട്ടി അത് അടഞ്ഞു പോയിട്ട് ചെടിയെല്ലാം ചീഞ്ഞു പോവും. എസ്പെഷ്യലി കാക്ടസിനൊക്കെ കുറച്ച് വെള്ളം മതി. വെള്ളം നിന്ന് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നശിച്ചു പോവും. ഇവിടെ നമ്മൾ ഒരേ ലെവലിലാണ് മണ്ണിടുന്നത്. വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോപ്പായിട്ടോ ഏത് ഷേപ്പിലും ഉണ്ടാക്കാം. ഈ ചട്ടി കുറച്ച് അധികം ആഴമില്ലാത്തതുകൊണ്ട് സ്ലോപ്പിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും. ഒരേ ലെവലിലാണ് ഞാൻ മണ്ണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ഓരോരോ ചെടികൾ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് സെറ്റ് ചെയ്യുന്നത്. എല്ലാം ഒരു ഡെസേർട്ട് പ്ലാന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം കാക്ടസ് ആണ്. കാക്ടസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരെ കെയറിങ് ആവശ്യമില്ല. വെള്ളം നമ്മൾ എത്ര ദിവസം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ആയാലും കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമുക്ക് ഇൻഡോർ ആയിട്ടും ഇത് സെറ്റ് ചെയ്യാം, കുഴപ്പമില്ല. വെയിൽ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്ത ചെടിയാണ്. വെള്ളം കൂടുതലാവരുത് എന്നുള്ള ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ ഇതിന്. അരീലിയ വെച്ചിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണ്. പിന്നെ കുറേ പെബിൾസൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണ ഭംഗി വരുന്നത്. ചെടിയെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തു വെച്ച പെബിൾസ് എല്ലാം ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം.
ഈ കല്ല് ഞാൻ ഇപ്പം ഇടുന്ന പെബിള് വാങ്ങിച്ചതല്ല, പുറത്തുനിന്ന് എടുത്താണ്. മുറ്റത്തെല്ലാം ഉണ്ടാവുന്ന പെബിൾസാണിത്. ഈ ചട്ടി ഞാൻ വാങ്ങിച്ചത് തിരൂരിൽ നിന്നാണ്. തിരൂർ താനൂർ റോഡിൽ വലിയപാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്ലവർ സിറ്റി എന്ന് പറഞ്ഞൊരു നഴ്സറി ഉണ്ട്, അവിടുന്ന് വാങ്ങിച്ചതാണ്. എപ്പോഴും വെള്ളം ഒഴിക്കുമ്പം ഒരുപാട് ദിവസം എന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, 2-3 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ടർഫ് ഗാർഡൻ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കണം. ഞാനിത് എവിടെ വെക്കുക എന്നുള്ള പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാണ്. ഇതെപ്പോഴും നല്ലത് പെട്ടെന്ന് വലിയ വളരാത്ത ചെടികൾ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അത് അതിൻ്റെ സ്പേസൊക്കെ നിറഞ്ഞു പോയി ഭംഗി പോവും. അപ്പോൾ വളരെ സാവധാനത്തിൽ വളരുന്ന ചെടികൾ മാത്രമാണ് ഇതിന് യൂസ് ചെയ്യാൻ നല്ലത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ചെടികൾ ഉപയോഗിക്കരുത്. മെയിൻ്റനൻസ് വളരെ ലെസ് ആയിട്ടുള്ളത് യൂസ് ചെയ്താൽ മതി. അപ്പം ഇതാണ് ടർഫ് ഗാർഡൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. കുറേ കമൻറ്റ് മെയിലും എല്ലാം കിട്ടിയിട്ടുണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് അഡീനിയത്തിൽ 5-6 വെറൈറ്റി ഉണ്ട്. എല്ലാത്തിലും ഇപ്പോൾ പൂവില്ല. പൂവുള്ളത് ഞാൻ കാണിക്കാം. ഇതൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. കുറേ എണ്ണത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിന് നമ്മളെ നാട്ടിൽ ചീരപ്പൂവ് എന്ന് പറയും. എന്താ നിങ്ങൾ പറയാന്ന് അറിയില്ല. ഇതിൽ പല കളറുകളുണ്ട്. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. റെഡും ഓറഞ്ചും എല്ലാം ഉണ്ട് ഇതിൻ്റെ. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിലും ഒരു 6-7 വെറൈറ്റി ഉണ്ട്. അതിലും എല്ലാത്തിലും പൂവില്ല. പൂവുള്ളത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഓറഞ്ച് കളറൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. പക്ഷെ അതിന് പൂ വരുന്നേ ഉള്ളൂ. ഇത് ഡബിൾ കളറാണ്, വയലറ്റും വൈറ്റും കൂടിയിട്ടുള്ള. ഇത് വയലറ്റ് മാത്രം. ഇതിലെല്ലാം എപ്പോഴും പൂവുണ്ടാവും. ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്രത്യേകത അതാണ്. പൂവില്ലാത്ത സമയം വളരെ കുറവാണ്. ഒരിക്കൽ പൂത്ത് കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ അതുണ്ടാവും. ഈവൻ മഴക്കാലത്ത് പോലും ഉണ്ടാവാറുണ്ട് ഇതിൽ. ഇത് വേറൊരു കളറാണ്, ലൈറ്റ് ലാവൻഡർ. ഇതിനും അതുപോലെ ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും വേണ്ട. പക്ഷേ നല്ല ചാണകപ്പൊടിയോ നല്ലോണം ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ എത്ര ചട്ടിയിൽ നമ്മൾ ആഫോളം ഈ ചാണകപ്പൊടി ഇടണം. എന്നാൽ നല്ല പൂ വരും. അതാണ് പൂ കൂടുതൽ ഉണ്ടാവാനുള്ളൊരു വഴി. കൂടുതൽ ചാണകപ്പൊടി ഇടുക, കുറച്ച് മണ്ണും ഇട്ടാൽ മതി. ഇതിൻ്റെ വൈറ്റ് കളറ് ലൈറ്റ് ലാവൻഡറാണ്. ഇത് വേറൊരു ചെടി. ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. ഇതിലും അതേ, ഒരിക്കൽ പൂത്ത് കഴിഞ്ഞാൽ പൂ ഒരുപാട് ദിവസം നിൽക്കുന്നുണ്ട്. ഇത് യൂഫോർബിയ. ഇത് അതുപോലെ തന്നെ നല്ല ചെടിയാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എപ്പോഴും പൂവുള്ളൊരു ചെടിയാണ്. ഇതിൽ പൂവില്ലാതെ നമ്മൾ കാണാറേ ഇല്ല. ഇത് പീസ് ലില്ലി. ഇതിലും 2-3 വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തുള്ള ലീഫിൻ്റെ വ്യത്യാസമുണ്ട്. പൂവെല്ലാം ഒരേപോലെ തന്നെയാണ്.
ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് വേറൊരു ചെടി, ആനക്കയം പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ബോഗൻ വില്ലാസ് ആണ്. ബോഗൻവില്ല ഒരുവിധം എല്ലാ കളറുകളും ഉണ്ട്. എല്ലാം പൂ വരുന്നേ ഉള്ളൂ. ഇത് ഞാൻ വാങ്ങിച്ചത് ഓറോഡംപാലം എന്നുള്ള സ്ഥലത്തു നിന്നാണ്. അവിടെ ഒരു നഴ്സറി ഉണ്ട്, അവിടുന്ന് വാങ്ങിച്ചതാണ്. എല്ലാം ഓരോരോ സ്ഥലത്തു നിന്നാണ്. പോകുന്നിടത്തെല്ലാം കാണുമ്പോൾ നിർത്തി വാങ്ങിക്കുന്ന സ്വഭാവമാണ്. അധിക ചെടികളും വാങ്ങിച്ചു തന്നെയാണ്. ഓറഞ്ച് കളറാണ് ബോഗൻവില്ല, പിങ്ക്, മജന്ത. ഇതെല്ലാം ഒരു അട്ടിയായിട്ടുള്ള വരുന്ന പൂവാണ്. പിന്നെ ബട്ടൺ റോസ് വളരെ കുറവാണ്. കാരണം അത് എത്ര നമ്മൾ നോക്കിയാലും അത് എത്ര അങ്ങോട്ട് നന്നായി വരുന്നില്ല. അപ്പോൾ റോസ് എൻ്റെ അടുത്ത് അധികമായിട്ടില്ല. ഇതെല്ലാം ക്ലൈംബിങ് പ്ലാന്റ്സ് ആണ്. അരിപ്പൂ ഇതിൽ 4-5 കളറുണ്ട്. യെല്ലോ, റെഡ്, വൈറ്റ്, ഡബിൾ കളർ ആയിട്ടുള്ളത്. അതിലൊന്നും ഇപ്പം അധികം പൂവില്ല. ബോഗൻവില്ല വൈറ്റ് എപ്പോഴും നല്ലതായിട്ട് പൂക്കുന്ന ഒരു ഇതാണ് വൈറ്റ് കളറ്. ഇതൊരു റെയർ ആയിട്ടുള്ളതാണ്. അതിൻ്റെ ലീഫ് ഡബിൾ കളറായിട്ട് വരും. പിന്നെ അഡീനിയം അട്ടിയായിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട്. പക്ഷെ നല്ല വെയിറ്റാണ് ഈ പൂവിന്. അതുകൊണ്ട് എപ്പോഴും ഇത് ശരിക്കും നിൽക്കുന്നില്ല. അതിൻ്റെ കമ്പ് പോലും താന്നു പോവുകയാണ്. ഈ ചെടിക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. എന്താ കാരണം എന്നറിയില്ല. ചിലപ്പോൾ പെട്ടെന്ന് ലീഫ് എല്ലാം കൊഴിഞ്ഞു പോവും. അങ്ങനെ കുറച്ചൊരു കെയറിങ് ആവശ്യമുള്ള ചെടിയാണ്. ഇത് റെഡ് കളർ പ്ലെയിൻ ആയിട്ട്. ഇത് അഡീനിയത്തിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ്. ഉള്ളിൽ വൈറ്റ് കളറും അതിൻ്റെ ചുറ്റുഭാഗം റെഡ് ആയിട്ടാണ്. ഒരു ചെടിയിൽ തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ടാവും. ഇതൊരു ചെറിയൊരു പ്ലാന്റാണ്, നിറയെ പൂവുണ്ട്. ഒരുപാട് വെറൈറ്റി പൂവിടുന്ന പ്ലാന്റ്സ് ഒന്നും എൻ്റെ അടുത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും കൂടുതൽ ഇഷ്ടം ഫ്ലവർ ഇല്ലാത്തതാണ്. ബിക്കോസ് ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഈ ഫ്ലവർ ഉള്ള സീസണിൽ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഞാൻ വല്ലാത്ത സീസണൽ ഫ്ലവേഴ്സ് ആയിട്ടുള്ളത് കുറച്ചേ ഉള്ളൂ എൻ്റെ അടുത്ത്.
ഈ ബൗഗൺവില്ലൊക്കെ ഉള്ള ബാക്കിയുള്ള ചെടികളൊക്കെ ഒരുവിധം എല്ലാ കാലത്തും പൂക്കുന്നതാണ്. അത് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. എസ്പെഷ്യലി യൂഫോബിയ, ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഒരുവിധം എല്ലാ സമയത്തും ഉണ്ട്. പൂവില്ലാത്ത സമയം വളരെ കുറവാണ്. യൂഫോർബിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എത്ര അതിൻ്റെ വലുപ്പത്തിലും കളറിലും ആ പൂവിൻ്റെ സൈസ് മീൻസ് ചിലപ്പോൾ ഡബിൾ ലെയർ ആയിട്ടുള്ളത്, സിംഗിൾ ലെയർ ആയിട്ടുള്ള അങ്ങനെയെല്ലാം ഒരുപാടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഫ്ലവറാണിത് യൂഫോർബിയ. പക്ഷെ പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ചെടിയെക്കുറിച്ച്, ക്യാൻസർ വരുന്നൊക്കെ. അതിനൊന്നും ഒരു സയൻറ്റിഫിക് ആയിട്ട് ഒരു പ്രൂഫൊന്നുമില്ല, വെറുതെ ആൾക്കാർ ഓരോന്ന് പറയുകയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഒന്നും തെളിയിച്ചിട്ടില്ല ആരും, അങ്ങനെ വെറുതെ പറയുകയാണത്. ഇത് ബ്ലാക്ക് ഐ സൂസ ബ്രൈഡൽ ബൊക്കെ. ഇത് ഒരു വയലറ്റ് കളർ ഫ്ലവറാണ്. ഇതിനെല്ലാം പേരുണ്ട്, ഞാൻ പെട്ടെന്ന് മറന്നു പോവുകയാണ് ഇതിൻ്റെ പേരുകളൊക്കെ. ആർക്കെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സെർച്ച് ചെയ്തിട്ട് റിപ്ലൈ തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഫുള്ളായിട്ടുള്ളൊരു ഗാർഡൻ ടൂറുമായിട്ട് ഇനിയും വരുന്നതാണ്. ഒരുപാട് പേർക്ക് ഗാർഡൻ ഇഷ്ടമാണ് എൻ്റെ വ്യൂവേഴ്സിന്. അപ്പം അതുകൊണ്ട് അവർക്കായിട്ട് സ്പെഷ്യലായിട്ട് എടുത്തതാണ് ഈ വീഡിയോ. ഗാർഡൻ ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. എന്തായാലും ചെടികളും പൂക്കളും ഒക്കെ അല്ലേ. അപ്പം ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കമൻസ് എല്ലാം ഒരുപാട് സന്തോഷമാണ് വായിക്കുമ്പം. 99.9% കമൻസും പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമൻറ്റിൽ പ്രത്യേകം പറയാം നിങ്ങൾക്ക് ഏത് തരം വീഡിയോസാണ് കാണേണ്ടത് എന്നുള്ളതെല്ലാം. ഏതാണ് ഇഷ്ടം, കുക്കിംഗ് വീഡിയോസാണോ ഗാർഡനിങ് വീഡിയോസാണോ? ഞാൻ ആരെയും ബോറടിപ്പിക്കാതെ എല്ലാം ഒരു മിക്സപ്പാക്കി ചെയ്യണം എന്നാണ് ആഗ്രഹം എനിക്ക്. ഓരോന്നായിട്ടിടണം എന്നുള്ളതാണ്. ഇനി ഒരു ട്രാവലിംഗ് വീഡിയോ വരുന്നതാണ്. See you soon. Bye bye.